प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधरा श्रीवासादि गौर भक्तवृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयं मुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। श्रीमद् भागवतം ചതുർത്ഥ സ്കന്ധം 30-ാമത്തെ അധ്യായം പ്രചേതസ്സുകളുടെ കർമ്മങ്ങൾ. ശ്ലോകം 41 മുതൽ 45 വരെ വായിക്കാം. മനുസ്വയം ഭൂർഭഗവാൻ ഭവശ്ച യേനേതപോ ജ്ഞാനവിശുദ്ധസത്വാഃ അദൃഷ്ടപാരാപിയൻ മഹിന്മനഃ സുവന്ധ്യഥോ ത്വാൻ അസമം ഗൃണീമഃ. നമസ്സമായ ശുദ്ധായ പുരുഷായ പരായ ച വാസുദേവായ സത്വായ തുഭ്യം ഭഗവതേ നമഃ. മൈത്രേയ ഉവാച ഇതി പ്രജേതോ വിരഭിഷ്ടുതോ ഹരി പ്രീതസ്തഥേത്യാഹ ശരണ്യവത്സല അനിച്ഛതാം യാനമതൃപ്തചക്ഷുഷാം യയോ സ്വധാമാനപവർക്ക വീര്യഃ. അഥാ നിര്യായ സരിലാദ് പ്രചേതസാ ഉദന്നതഃ വീക്ഷ്യാകുപ്യൻ ദ്രുമൈച്ഛന്നാം ഗാം ഗാം രോധും വിവോച്ഛ്രിതൈഃ. തതോഗ്നിമാരുതോ രാജൻ മുഞ്ചന്മുഖതോരുഷാ മഹീം നിർവീരുധം കർത്തും സംവർത്തക ഇവാത്യേ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. സഞ്ജീവനി മാതാജി വായിച്ചോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4 അധ്യായം 30 പ്രചേതസ്സുകളുടെ കർമ്മങ്ങൾ. ശ്ലോകം 41. മനുസ്വയംഭൂർ ഭഗവാൻ ഭവശ്ച ഏ അന്യതപോ ജ്ഞാന വിശുദ്ധ സത്വ അദൃഷ്ടപാര അഭിയൻ മഹിംന സ്തുവന്തഥ്യോ ആത്മാ സംഗൃണീമ. വിവർത്തനം. പ്രിയപ്പെട്ട ഭഗവാനെ, തപസ്സിന്റെയും ജ്ഞാനത്തിന്റെയും ബലത്തിൽ വളരെ ഉന്നതി നേടിയവരും പരിശുദ്ധമായ അസ്തിത്വത്തിൽ പരിപൂർണമായി സ്ഥിതി ചെയ്യുന്നവരുമായ മഹായോഗികൾക്കും നിഗൂഢ ദാർശനികർക്കും അതുപോലെ തന്നെ മനു, ബ്രഹ്മദേവൻ, മഹാദേവൻ മുതലായ മഹാവ്യക്തിത്വങ്ങൾക്കും അങ്ങയുടെ മഹത്വങ്ങളും ശക്തികളും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. എന്നിരുന്നാലും അവർ അവരുടെ കഴിവുകൾക്കനുസരിച്ച് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. അതേപോലെ ഈ വ്യക്തിത്വങ്ങൾക്കൊക്കെ താഴെയാണെങ്കിലും ഞങ്ങളും ഞങ്ങളുടെ കഴിവുകൾക്കനുസരിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ശ്ലോകം 42. നമസമായ ശുദ്ധായ പുരുഷായ പരയാ ച വാസുദേവായ സത്വായ തുഭ്യം ഭഗവതേ നമഃ. വിവർത്തനം. പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങേക്ക് ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. അതിനാൽ അങ്ങ് എല്ലാവർക്കും തുല്യനാണ്. അങ്ങ് ഒരിക്കലും പാപകർമ്മങ്ങളാൽ പങ്കിലനാകുന്നില്ല.
അങ്ങയുടെ അതീന്ദ്രിയ രൂപം സദാ ഭൗതിക സൃഷ്ടിക്ക് മീതെയുമാണ്. അങ്ങ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ്. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സർവ അസ്തിത്വത്തിനുള്ളിലും സർവസ്ഥലത്തും നിലകൊള്ളുന്നു. ആയതിനാൽ അവിടുന്ന് വാസുദേവൻ എന്ന് അറിയപ്പെടുന്നു. ഞങ്ങൾക്ക് അങ്ങയ്ക്ക് ഞങ്ങളുടെ ബഹുമാനം നിറഞ്ഞ നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. ശ്ലോകം 43. മൈത്രേയ ഉവാച ഇതി പ്രചേതോഭിരിഷ്ടുതേ ഹരി പ്രീതസ്തേത്യാഹ ശരണ്യവത്സല അനിശ്ചതാം ജ്ഞാനമതൃപ്തചക്ഷുഷാം യയൗ സ്വദാമാന അപവർഗവീര്യഃ. വിവർത്തനം. മഹാമുനി മൈത്രേയൻ തുടർന്നു, എന്റെ പ്രിയപ്പെട്ട വിതുര, പ്രചേതാക്കൾ അഭിസംബോധന ചെയ്യപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്ത സർവ സമർപ്പിതാക്കളുടെ സംരക്ഷകനായ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനൊക്കെ വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് അവയെല്ലാം സഫലമായി തീരട്ടെ. ഇത് പറഞ്ഞതിന് ശേഷം അവിടം വിട്ടുപോയി പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാനെ കണ്ട് മതിവരാത്ത പ്രചേതാക്കൾക്ക് അദ്ദേഹത്തെ വേർപിരിയാൻ വിഷമമായിരുന്നു. ശ്ലോകം 44. അത നിര്യായ സലിലാത് പ്രചേതസ ദ്വന്നത വീക്ഷ്യാകുപൻ ദ്രുമൈ ചെന്നാം ഗവാം രോതുമിവോശ്രിതൈഃ. വിവർത്തനം. അനന്തരം പ്രചേതാക്കളെല്ലാം സമുദ്രജലത്തിൽ നിന്ന് പുറത്തു വന്നു. ഭൂമിയിലെ വൃക്ഷങ്ങളെല്ലാം സ്വർഗീയ ലോകങ്ങളിലേക്കുള്ള മാർഗത്തിന് പ്രതിബന്ധമുണ്ടാക്കാൻ എന്നവണ്ണം വളരെ ഉയരത്തിൽ വളർന്നു നിൽക്കുന്നത് അവരപ്പോൾ കണ്ടു. ആ വൃക്ഷങ്ങൾ ലോകത്തിന്റെ ഉപരിതലം പൂർണ്ണമായും മറച്ചിരുന്നു. ആ സമയത്ത് പ്രജാതാക്കൾ വല്ലാതെ ക്ഷുഭിതരായി. ശ്ലോകം 45. അതോ അഗ്നിമാരുതൗ രാജൻ മുഞ്ചയന്മുഖതോരുഷ മഹീനിർവീരുതം കർത്തും സംവർത്തക ഇവ അത്യയേ. എന്റെ പ്രിയപ്പെട്ട രാജാവേ, സംഹാരത്തിന്റെ സമയത്ത് മഹാദേവൻ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അഗ്നിയും വായുവും ഉദ്ദമിപ്പിക്കും. ഭൂമിയുടെ ഉപരിതലം പൂർണ്ണമായും വൃക്ഷങ്ങളില്ലാതാക്കാൻ പ്രചേതാക്കളും അവരുടെ വായുകളിൽ നിന്ന് അഗ്നിയും വായുവും ഉദ്ദമിപ്പിച്ചു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സഞ്ജീവനി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ പ്രചേതസ്സുകളോട് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രചേതസ്സുകൾ മറുപടി പറഞ്ഞത്, ഞങ്ങൾക്ക് യാതൊരു വരത്തിന്റെയും ആവശ്യമില്ല, ഞങ്ങൾക്ക് അങ്ങേ ലഭിച്ചു, ഭഗവാനുമായിട്ട് സമ്പർക്കത്തിൽ വരാൻ സാധിച്ചു, അതുതന്നെയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ വരം. ഒരു തേനീച്ചയ്ക്ക് പൂക്കൾ നിറഞ്ഞിട്ടുള്ള ഒരു പാരിജാത വൃക്ഷം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നിന്റെയും ആവശ്യമില്ല. അതേപോലെ ഞങ്ങൾക്കിപ്പോൾ ഭഗവാനെ ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വരത്തിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാൽ അങ്ങയുമായിട്ടുള്ള ഈ സമ്പർക്കം നിരന്തരം പുലർത്താൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇനി എത്ര ജന്മം ഉണ്ടായാലും അങ്ങയുമായിട്ടുള്ള സമ്പർക്കം അങ്ങയുടെ ശുദ്ധഭക്തരിലൂടെ നിലനിർത്താൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അതാണ് ഞങ്ങൾക്ക് വേണ്ട വരം എന്ന് പ്രചേതസ്സുകൾ പറഞ്ഞു. അങ്ങയുടെ ശുദ്ധഭക്തന്മാരുടെ സമ്പർക്കത്തിലൂടെ അങ്ങയെ നിരന്തരം ഭക്തിപൂർവം സേവിക്കുന്ന ഭക്തന്മാരുടെ സമ്പർക്കത്തിലൂടെ ഞങ്ങൾക്കും അങ്ങയുമായിട്ട് സമ്പർക്കത്തിൽ ഇരിക്കാൻ സാധിക്കും എന്ന് പ്രചേതസ്സുകൾ പറയും. അത് ഞങ്ങൾക്കുള്ള അനുഭവമാണ്. അങ്ങയുടെ ശുദ്ധഭക്തനും അങ്ങയുടെ സുഹൃത്തുമായ മഹാദേവന്റെ സമ്പർക്കത്തിലൂടെയാണ്, മഹാദേവന്റെ അനുഗ്രഹത്തിലൂടെയാണ് ഞങ്ങൾക്കിപ്പോൾ അങ്ങയെ സ്തുതിക്കാനും അങ്ങയെ കാണാനും സാധിച്ചത് എന്നുള്ള കാര്യം പ്രചേതസ്സുകൾ പറഞ്ഞു. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങ് എപ്പോഴും ഞങ്ങളിൽ പ്രസന്നനായിരിക്കണം, ഞങ്ങളുടെ പ്രവൃത്തികൾ അങ്ങയെ സന്തോഷിപ്പിക്കണം, അങ്ങ് പ്രസന്നനായിരിക്കുക, അങ്ങയുടെ സന്തോഷം മാത്രമാണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന് പ്രചേതസ്സുകൾ പറഞ്ഞു. അപ്പോൾ ഇത് ശുദ്ധഭക്തിയുടെ ലക്ഷണമാണ്. ഭക്തന്മാർ ചിന്തിക്കുന്നത് തങ്ങളുടെ പ്രവൃത്തികൾ ഭഗവാന് സന്തോഷമാകുമോ എന്നതാണ്. അപ്പോൾ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രചേതസ്സുകൾ അവരുടെ എല്ലാ തപസ്സിന്റെയും അവരുടെ എല്ലാ പുണ്യപ്രവൃത്തികളുടെയും
അവരുടെ എല്ലാ വേദജ്ഞാനത്തിന്റെയും ഫലം ഭഗവാന് സമർപ്പിച്ചു. അങ്ങ് സന്തുഷ്ടനാകാൻ വേണ്ടി ഞങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ പ്രവൃത്തികളെയും ഞങ്ങൾ അങ്ങേക്ക് മുന്നിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഒരിക്കലും പൂർണ്ണമായിരിക്കുകയില്ല. കാരണം ബ്രഹ്മാവ്, മഹാദേവൻ, സ്വയംഭുവ മനു തുടങ്ങിയിട്ടുള്ള ഉന്നതരായിട്ടുള്ള വ്യക്തിത്വങ്ങൾക്ക് പോലും അങ്ങേ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് ഇവിടെ 41-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. മനുസ്വയംഭൂ ഭഗവാൻ ഭവശ ഏനേതപോ ജ്ഞാന വിശുദ്ധ അദൃഷ്ടഭാരാഭിയൻ സമം ഗൃണീമ. ഉന്നതരായിട്ടുള്ള വ്യക്തിത്വങ്ങൾക്ക് പോലും, ബ്രഹ്മാവ്, മഹാദേവൻ, സ്വയംഭൂമന് തുടങ്ങിയ വ്യക്തിത്വങ്ങൾക്ക് പോലും അങ്ങേ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ബ്രഹ്മാവായാലും മഹാദേവനായാൽ പോലും ഭഗവാനെ മനസ്സിലാക്കുന്നവരിൽ പൂർണ്ണത നേടിയിട്ടില്ല. ഭഗവാനെ മനസ്സിലാക്കുന്നതിൽ പൂർണ്ണത നേടാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഭഗവാൻ മാത്രമാണ് പൂർണ്ണമായിട്ടുള്ള വ്യക്തിത്വം. ബാക്കി എല്ലാവരും അപൂർണങ്ങളാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവരുടെ പ്രാർത്ഥനകൾ പോലും അതുകൊണ്ട് അപൂർണങ്ങളാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കുറിച്ച് എന്ത് പറയാനാണ് എന്നാണ് പ്രജേതസുകൾ പറയുന്നത്. ഞങ്ങളും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ അങ്ങേക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. അതൊരിക്കലും പൂർണ്ണമാവുകയില്ല, എന്നാലും അത് അങ്ങ് സ്വീകരിക്കണം എന്നാണ് പ്രജേതസുകൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടുണ്ടാകുന്ന പ്രാർത്ഥനകളെല്ലാം തീർച്ചയായിട്ടും അപൂർണങ്ങളായിരിക്കും. കൂടുതൽ ഉചിതമായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള മാർഗം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്രീല പ്രഭാതർ പറയുന്നുണ്ട്, ഉന്നതരായിട്ടുള്ള ഭക്തന്മാർ, ഉന്നതരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, ബ്രഹ്മാവ്, മഹാദേവൻ, അതേപോലെ ഭഗവാന്റെ ശുദ്ധഭക്തന്മാർ, നാരദ മഹർഷി, കുന്തി ദേവി, ഭീഷ്മർ, പ്രഹ്ലാദൻ, ധ്രുവ മഹാരാജാവ്, ഇവരൊക്കെ ഭഗവാനെ സ്തുതിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ സ്തുതിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഉചിതമായിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് ഭഗവാനെ സ്തുതിക്കാൻ സാധിക്കും. അതാണ് ശരിയായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള, സ്തുതിക്കാനുള്ള അവകാശമുണ്ട്. കൂടുതൽ ഉചിതമായിട്ടുള്ള രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഉന്നതരായിട്ടുള്ള ഭക്തന്മാർ എങ്ങനെയാണോ ഭഗവാനെ പ്രാർത്ഥിച്ചത് അതേപോലെ പ്രാർത്ഥിക്കുന്നതാണ്. പൂർവതരം കൃതം, ഉയർന്ന ഭക്തന്മാർ അങ്ങയെ പ്രാർത്ഥിച്ച രീതിയിൽ പ്രാർത്ഥിക്കുന്നതാണ് കൂടുതൽ ഉചിതമായിട്ടുള്ള രീതി എന്ന് പറയും. അതിനുശേഷം ഞങ്ങളും അങ്ങയെ പ്രാർത്ഥിക്കുന്നു, അങ്ങേക്ക് പ്രാർത്ഥനകൾ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു എന്ന് പ്രജേതസുകൾ പറഞ്ഞതിന് ശേഷം 42-ാമത്തെ ശ്ലോകത്തിൽ പ്രജേതസുകൾ ഭഗവാനെ സ്തുതിക്കുന്നതാണ്. നമസ്സമായ ശുദ്ധായ പുരുഷായ പരായ ച വാസുദേവായ സത്വായ തുഭ്യം ഭഗവതേ നമഃ. ഭഗവാന്റെ വ്യത്യസ്ത മഹാത്മ്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രജേതസുകൾ ഭഗവാനെ സ്തുതിക്കുന്നു. സമായ ശുദ്ധായ പുരുഷായ പരായച്ച. സമായ, അങ്ങ് എല്ലാവർക്കും സമനാണ്. ഭഗവാന് ആരോടും പ്രത്യേകിച്ച് വിദ്വേഷമൊന്നുമില്ല എന്ന് ഭഗവാൻ ഗീതയിലും പറയുന്നത്. സമൂഹം സർവഭൂതേഷു, എല്ലാ ജീവജാലങ്ങളോടും അങ്ങ് സമനാണ്. സമായ ശുദ്ധായ, അങ്ങ് ശുദ്ധനുമാണ്, പവിത്രമാണ്. ഭൗതികമായിട്ടുള്ള ഒരു മാലിന്യവും ഭഗവാനെ ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഭഗവാനെ ശുദ്ധൻ എന്ന് പറയുന്നത്. ഭഗവാൻ ഭൗതിക ലോകത്തിൽ വന്നാൽ പോലും ഭഗവാനെ ഒരു മാലിന്യവും, സത്വരജസ്തമോ ഗുണങ്ങളുടെ മാലിന്യങ്ങൾ ബാധിക്കുന്നില്ല. അതുകൊണ്ട് ഭഗവാനെ ശുദ്ധായ എന്ന് പറഞ്ഞിരിക്കും. പുരുഷായ പരായച്ച, അങ്ങ് പരമമായിട്ടുള്ള പുരുഷനാണ്. ഏറ്റവും ഉന്നതനായിട്ടുള്ള പുരുഷൻ ഭഗവാൻ തന്നെയാണ് എന്ന് ബ്രഹ്മാവ് പറയുന്നത്. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹം, അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം, അങ്ങ് പരമപുരുഷനായിട്ടുള്ള വ്യക്തിയാണ് എന്ന് പ്രജേതസുകളും ഇവിടെ പറയുന്നു. വാസുദേവായ സത്വായ തുഭ്യം ഭഗവതേ നമഃ. അങ്ങ് വാസുദേവനാണ്. അല്ലെ, രണ്ടു വിധത്തിൽ വാസുദേവൻ എന്നുള്ള പേര് ഭഗവാന് വന്നിട്ടുണ്ട്. ഒന്ന് വസുദേവരുടെ പുത്രനായതുകൊണ്ട് ഭഗവാനെ വാസുദേവൻ എന്ന് പറയുന്നു. മറ്റൊന്ന് ഭഗവാൻ എല്ലായിടത്തും വസിക്കുന്നത് കൊണ്ട്, ലോകത്തിൽ എല്ലായിടത്തും, പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഭഗവാൻ വസിക്കുന്നത് കൊണ്ട് ഭഗവാന് വാസുദേവൻ എന്നുള്ള പേര് വന്നിട്ടുണ്ട്. ഇവിടെ ഭഗവാൻ എല്ലായിടത്തും വസിക്കുന്നത് കൊണ്ടാണ് ഭഗവാനെ വാസുദേവൻ എന്ന പ്രജേതസുകൾ പറഞ്ഞിട്ടുള്ളത്. ഭഗവാൻ എല്ലായിടത്തും വസിക്കുന്നുണ്ട് എന്ന് ബ്രഹ്മസംഹിതയിലും പറയുന്നത്. അല്ല, അണ്ഡാന്തരസ്ഥം പരമാണു ചയാന്തരസ്ഥം, എല്ലാ ഗ്രഹങ്ങൾക്കുള്ളിലും അങ്ങ്
വസിക്കുന്നുണ്ട്. എല്ലാ ആറ്റങ്ങൾക്കുള്ളിലും അണുക്കൾക്കുള്ളിൽ പോലും ഭഗവാൻ വസിക്കുന്നുണ്ട്. എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ വസിക്കുന്നുണ്ട്. അതുകൊണ്ട് വാസുദേവായ ഭഗവാൻ വാസുദേവായ സത്വായ തുഭ്യം ഭഗവതേ നമഃ. ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാന് ഞങ്ങൾ എല്ലാവിധ ബഹുമാനങ്ങളോടും കൂടി ഞങ്ങൾ പ്രണാമങ്ങൾ അർപ്പിക്കും എന്ന് പ്രജേതസുകൾ പ്രാർത്ഥനകൾ സമർപ്പിച്ചു. അങ്ങനെ പ്രാർത്ഥനകൾ സമർപ്പിച്ച സമയത്ത് ഭഗവാൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് തിരിച്ചുപോയി എന്നാണ് മൈത്രേയ മഹർഷി പറയുന്നത്. എല്ലാം മൈത്രേയ മഹർഷി വിദുരർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. വിദുരർ പ്രജേതസുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രജേതസുകളെ കർമ്മങ്ങളെ കുറിച്ച് മൈത്രേയ മഹർഷി പറയുന്നതാണ്. ഭഗവാൻ പ്രജേതസുകൾക്ക് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട്, എന്തനുഗ്രഹമാണ് നൽകിയത്? നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും സഫലമാകട്ടെ. എന്തെല്ലാം ആഗ്രഹിച്ചിട്ടാണോ ഈ തപസ്സിന് വന്നിട്ടുള്ളത്, അതെല്ലാം സഫലമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചോദിക്കാതെ, ഓരോരോ കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയാതെ, നിങ്ങളുടെ സർവ ആഗ്രഹങ്ങളും സർവാഭീഷ്ടങ്ങളും പൂർത്തിയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ പ്രജേതസുകളെ അനുഗ്രഹിച്ചതിന് ശേഷം അവിടെ നിന്ന് തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. ഭഗവാൻ പിന്നെ അവിടെ നിന്നില്ല. പ്രജേതസുകൾക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കണം. അല്ലെ, ഭഗവാൻ എത്ര കണ്ടു കഴിഞ്ഞാലും മതിയാവുന്നില്ല. ആ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള സൗന്ദര്യം അവർക്ക് കൂടുതൽ കൂടുതൽ ആസ്വദിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഭഗവാൻ അവിടെ നിൽക്കാതെ പെട്ടെന്ന് തന്നെ മറഞ്ഞുപോയി എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ സ്വരാടാണ്, ഭഗവാൻ സ്വതന്ത്രനാണ്. ആർക്കും ഭഗവാനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. അത് ഭഗവാന്റെ ഒരു വൈഭവമാണ്. ഭഗവാൻ ആരോടും മമത്വമില്ല. അത് ഭഗവാന്റെ ഒരു ഐശ്വര്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. വൈരാഗ്യം ഭഗവാനെ ആർക്കും പിടിച്ചു നിർത്താൻ സാധിക്കില്ല. അല്ലെ, രാസലീലയിൽ നിന്ന് പോലും ഭഗവാൻ പോയിട്ടുണ്ടായിരുന്നു, അപ്രത്യക്ഷനായി. അത് ഭഗവാന്റെ ഒരു വൈഭവമാണ്. ആർക്കും ഭഗവാനെ തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. സ്വരാട് എന്ന് ഭഗവാനെ കുറിച്ച് ഭാഗവതത്തിൽ പറയുന്നത്. അങ്ങനെ ഭഗവാൻ തിരിച്ചുപോയ സമയത്ത് പ്രജേതസുകൾ എന്താണ് ചെയ്തത് എന്നാണ് അടുത്ത ശ്ലോകം മുതൽ പറയുന്നത്. അവർ സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്നു. സമുദ്രത്തിന്റെ അടിയിൽ ഇരുന്നിട്ടാണ് അവർ തപസ് ചെയ്തിരുന്നത്. സമുദ്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അവർ കണ്ട കാഴ്ച എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ്? വീക്ഷ്യാകുപ്യന്ത്രമൈച്ഛന്നം ഗാം ഗാം രോധും വിവോക്ഷിതൈ. അവര് കണ്ടത് എന്താണ്? ആ കരപ്രദേശം മുഴുവൻ, ഭൂമി മുഴുവൻ കാട് പിടിച്ചു കിടക്കുന്നു. വലിയ വലിയ വൃക്ഷങ്ങളും വള്ളിച്ചെടികളും ആയിട്ട് മുഴുവൻ കാട് പിടിച്ചു പോയി. ഭൂമി മുഴുവൻ കൃഷിയൊന്നും ചെയ്യാതെ കാട് പിടിച്ചു പോയി. കാരണം എന്താണ്? അവിടെ ഒരു രാജാവിന്റെ ഭരണമില്ലായിരുന്നു. പ്രജേതസുകളുടെ പിതാവ് പ്രാചീന ബർഹിഷത്താണ് അതുവരെ രാജ്യം ഭരിച്ചത്. പക്ഷേ നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം പ്രാചീന ബർഹിഷത്ത് രാജ്യം ഉപേക്ഷിച്ചു പോയി. ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി, ഭക്തി ചെയ്യാൻ വേണ്ടി പോയി. പ്രജേതസുകൾ വരുന്നത് വരെ കാത്തുനിന്നില്ല. അല്ലെ, അദ്ദേഹം രാജ്യസഭയിൽ പ്രഖ്യാപിച്ചു, പ്രജേതസുകൾ വരുന്ന സമയത്ത് അവരോട് പറയണം, നിങ്ങൾ രാജ്യം ഭരിക്കും എന്ന് പറയണം. ഞാനിപ്പോൾ രാജ്യം വിട്ടു പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാചീന ബർഹിഷത്ത് പോയതാണ്. അപ്പോൾ ഇവിടെ രാജ്യം ഭരിക്കാൻ ആരുമില്ല, രാജാവില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ ജനങ്ങളെ വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ച് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ, അവർക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ, അവരെ സാംസ്കാരികമായിട്ട് മുന്നോട്ട് നയിക്കാൻ അവിടെ രാജാവില്ലായിരുന്നു. അവിടെ യജ്ഞങ്ങൾ നടക്കുന്നില്ല, അതേപോലെ കൃഷി ഗോരക്ഷ്യമൊന്നും നടക്കുന്നില്ല. എല്ലാവരും പ്രാകൃതരായിട്ട് ജീവിക്കുന്നു. കരപ്രദേശം മുഴുവൻ, ഭൂമി മുഴുവൻ കാട് കൊണ്ട് മൂടിപ്പോയി. വലിയ വലിയ വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. അല്ലെ, അവിടെ കൃഷി ചെയ്യാൻ സ്ഥലമില്ല, സഞ്ചരിക്കാൻ മാർഗങ്ങളില്ലാത്ത അവസ്ഥ വന്നു. മുഴുവൻ കാട് മൂടിയ അവസ്ഥയായി എന്നാണ് പറയുന്നത്. അതാണ് പ്രജേതസുകൾ സമുദ്രത്തിന്റെ അടിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കണ്ട കാഴ്ച. വീക്ഷ്യാകുപ്യന്ത്രമൈച്ഛന്ന ഗാം ഗാം രോധം വിവോക്ഷിതൈ. മരങ്ങളെ കൊണ്ട് മൂടിയിരിക്കുക, മുഴുവൻ കാട് കൊണ്ട് മൂടിപ്പോയി ഭൂമി മുഴുവൻ. അപ്പോൾ വീണ്ടും ആ ഭൂമിയെ തിരിച്ചെടുക്കണം. കൃഷി ചെയ്യാൻ ആളുകൾക്ക് സ്ഥലം വേണം, ജനങ്ങൾക്ക് പാർപ്പിടങ്ങൾ നിർമ്മിക്കണം, അതേപോലെ സഞ്ചരിക്കാൻ വഴികൾ വേണം. അല്ലെ, സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ആവശ്യമാണ്. മുഴുവൻ കാടായി കഴിഞ്ഞാൽ കാട്ടുവാസികൾ ജീവിക്കുന്നത് പോലെ ജീവിക്കേണ്ടി വരും.
അതുകൊണ്ട് പ്രജേതസ്സുകൾ എന്ത് തീരുമാനിച്ചു? ആ വൃക്ഷങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. വൃക്ഷങ്ങളെ മുഴുവൻ, കാടിനെ മുഴുവൻ നീക്കാൻ വേണ്ടി തീരുമാനിച്ചു. അല്ലെ, പാണ്ഡവര് കണ്ടപ്രസ്ഥം ആ വനം നശിപ്പിച്ച് അവര് പട്ടണം നിർമ്മിക്കാൻ പോയതുപോലെ പ്രജേതസ്സുകളും ആ കാടിനെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടി ഉദ്യമിച്ചു എന്നാണ് പറയുന്നത്. അവരെങ്ങനെയാണ് കാടിനെ ഇല്ലാതാക്കിയത്? അവരുടെ യോഗശക്തി കൊണ്ട് അവരുടെ വായ്കളിൽ നിന്ന് അഗ്നി പുറത്തേക്ക് വന്നു. ആ അഗ്നി ആ വനത്തിനെ മുഴുവൻ നശിപ്പിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അഗ്നി മുഴുവൻ, കാട് മുഴുവൻ കാട്ടുതീയിൽ എരിയാൻ തുടങ്ങി, ഭൂമിയിലുള്ള വനം മുഴുവൻ നശിക്കാൻ തുടങ്ങി. ആ സമയത്ത് എന്താണ് സംഭവിച്ചത്? ബ്രഹ്മാവിന് പോലും വലിയ വിഷമമുണ്ടായി. അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം. അപ്പൊ നമ്മൾക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. ശിവരാമൻ നിത്യാനന്ദ ശ്രീവാസാദിഗൗരം ഗൗരന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ